ഹലോ ഫ്രണ്ട്സ്, 2026 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. 2021 ഡിഗ്രി ലെവൽ പ്രിലിംസ് ആദ്യമായിട്ട് PSC നടത്തുന്നത്. 2021 തൊട്ട് 26 ആയപ്പോൾ 6 വർഷമായി ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എല്ലാ വർഷവും കൃത്യമായി നടത്തുന്നുണ്ട്. ഈ എല്ലാ വർഷവും എല്ലാ സ്റ്റേജിലും എക്സാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഈ പരീക്ഷകൾക്ക് വേണ്ടി വളരെ നന്നായി തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥിയും ഒട്ടും തയ്യാറെടുക്കാതെ പോയി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയും അന്നത്തെ ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ വളരെ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. പഠിച്ച ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇത്രയും നന്നായിട്ടും പഠിച്ചിട്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമവും, പഠിക്കാത്ത ഉദ്യോഗാർത്ഥിക്ക് ഇതേ വിഷമം തന്നെയാണ്. പക്ഷെ പഠിക്കാത്തത് കൊണ്ട് എന്നുള്ളൊരു ചിന്ത അയാൾക്ക് വരില്ല. പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 100 മാർക്കിന്റെ പരീക്ഷയാണെങ്കിലും നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം 1.25 മണിക്കൂറാണ്, 75 മിനിറ്റ്. ഒരിക്കലും ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 100 ചോദ്യങ്ങളും 75 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കില്ല എന്നൊരു ബോധം ഉണ്ടായിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും, എങ്ങനെ എക്സാം എഴുതണോ. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് നടന്ന പരീക്ഷ. 75 മിനിറ്റ് കൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചോദ്യ പേപ്പർ, അതാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയത്. പക്ഷെ അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ ഒരു ഉദ്യോഗാർത്ഥിക്കും നന്നായി ചോദ്യ പേപ്പർ വായിച്ച് കൃത്യമായി ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവാം, എന്നാലും നോർമലായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമയപരിമിതി മൂലം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടായി. ഇന്നത്തെ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ചോദ്യ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഈ പരീക്ഷ എളുപ്പമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണ്. പക്ഷെ ആ ഫീലിന് വളരെ കുറച്ച് സമയത്ത് ആയുസേ ഉള്ളൂ. എഴുതി തുടങ്ങുമ്പോൾ അതിനകത്തുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരേ സമയം പരീക്ഷ എളുപ്പമാണെന്ന് ആദ്യം തോന്നുകയും എഴുതുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് മാർക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഉദ്യോഗാർത്ഥികളെ കൊണ്ട് കൂടുതൽ എഴുതിപ്പിക്കാൻ ഈ ചോദ്യ പേപ്പർ പ്രേരിപ്പിക്കും നമ്മളെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. പിന്നെ PSC ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ നടത്തുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട 5 മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഈ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് PSC തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിലൂടെ സോഫ്റ്റ്വെയർ ജനറേറ്റഡ് ആയിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടാവില്ല. പകരം വീണ്ടും ഹിസ്റ്ററി തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു. നമുക്ക് തോന്നുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ് വരാൻ സാധ്യത. പക്ഷെ പിന്നീട് അവർക്ക് കൃത്യമായിട്ട് അത് പ്രൂഫ് നോക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് നമുക്ക് പൂർണ്ണമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തി പ്രൂഫ് നോക്കാനുള്ള പരിമിതികൾ PSCക്ക് ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സുരക്ഷിതമായിട്ടാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതും അത് ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുന്നതും. അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വീഴ്ചകളായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാതെ പോകരുത്, ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യം ഉണ്ടാവും. ഇതിങ്ങനെ വരുന്ന എന്തോ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ട് വന്നതാവാൻ ആണ് സാധ്യത. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു, സെക്കൻഡ് പേസ് എഴുതുന്നവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാതെ പോകരുത്, അതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് പരീക്ഷ എഴുതി ജോലി കിട്ടിയവരോ അല്ലെങ്കിൽ മുമ്പ് PSC പഠിച്ചിരുന്നവരൊക്കെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് പറയുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ, ഈസി ആയിട്ട് 60-70 മാർക്കൊക്കെ കിട്ടും, ഞാൻ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതൊക്കെ പറയും. ആരെയും വിശ്വസിക്കരുത്, വെറുതെ പറയുന്നതാണ്. പരീക്ഷാ ഹാളിൽ പോയിരുന്ന് എഴുതുമ്പോഴാണ് ഒരു പരീക്ഷയുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും എക്സാം എഴുതിയ നിങ്ങൾക്ക് ഉണ്ടായ ഫീൽ അല്ലായിരിക്കും എനിക്ക്. അപ്പൊ എനിക്കും അതിനൊരു പരിമിതി ഉണ്ട്, ഇതിന്റെ കട്ട് ഓഫ് പറയുന്നതിനും ഈ ചോദ്യ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും. എന്നിട്ടും ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. ലക്ഷ്യയിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും പറയുന്ന ഒരു സജഷൻ മാത്രമായിട്ട് ഈ കട്ട് ഓഫ് കണ്ടാൽ മതി. എല്ലാവരും അതുപോലെ തന്നെ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ചില കട്ട് ഓഫുകൾ പറയുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഈ വീഡിയോയിൽ ഇരുന്ന് പറയുന്ന പോലെ അല്ല, നേരിട്ട് വന്ന് പരീക്ഷ എഴുതും, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. അത് ഉള്ളിലുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ്, അത് ആ രീതിയിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ എടുത്തു പറയുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലൊരു കട്ട് ഓഫ് ഉണ്ടാവില്ല, അത് വിചാരിച്ച് തന്നെ മുമ്പോട്ട് പോയാൽ മതി. ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ശരി, നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പറിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ ആൻസർ കീ ചിലപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ വന്നിട്ടുണ്ടാവാം PSCയുടെ പ്രൊവിഷനിൽ. അല്ല ആൻസർ കീ കിട്ടാത്തവരുണ്ടെങ്കിൽ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ നമ്മൾ പരീക്ഷ കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ പൂർണ്ണമായിട്ടുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം. ശരി, നമുക്ക് ഓരോ
വിഷയമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ആൻസർ കീ ഒന്നും വായിക്കുന്നില്ല. ചോദ്യ പേപ്പറിൽ നിന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം എടുത്തിട്ട് അവസാനം കട്ട് ഓഫിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഷയം ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിനാണ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്തു. ഈ 5 മാർക്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, പരമാവധി നമുക്ക് 2 മാർക്കാണ് ഒരു പ്രിലിമിനറി എക്സാമിന് ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. മെയിൻസ് ആണെങ്കിൽ കുറച്ച് മാർക്ക് കൂടി കൂടുതൽ വാങ്ങുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പ്രിലിംസിന് നമുക്ക് 2 മാർക്ക് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് അതിൽ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികളും അതുപോലെ തന്നെ എല്ലിനെ കുറിച്ചുള്ള ചോദ്യവും, അതിലും എല്ലിനെ കുറിച്ചുള്ള ചോദ്യം വ്യക്തമാണെങ്കിൽ പോലും അതിൽ ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ്, ഇടുങ്ങിയ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ആ ചോദ്യം ചിലപ്പോൾ ചലഞ്ച് ചെയ്യപ്പെടാം. അല്ലാതെ നോക്കുകയാണെങ്കിൽ ആ 2 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് സാധാരണ രീതിയിൽ ആൻസർ ചെയ്യാൻ കഴിയുന്നത്. ബാക്കിയുള്ള റിമോട്ട് സെൻസിങ് ആയാലും ജലനിർഗമന സംവിധാനമായാലും പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ തടാകങ്ങളിലെ തെറ്റായ ജോഡി നൽകിയിരിക്കുന്നത്, അതിനകത്ത് ശരിയായ ഉത്തരം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 മാർക്ക് മാത്രമേ നമുക്ക് ജോഗ്രഫിക്ക് നൽകാൻ കഴിയുള്ളൂ. 2 മാർക്ക് കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. 2 മാർക്ക് മതി ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക്. ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ ഉള്ള വിഷയം, ഹിസ്റ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 13 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ 10 ചോദ്യങ്ങളെ വരാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയ മാർക്ക് ഹിസ്റ്ററിയിലോട്ട് വന്നു എന്നുള്ളത് പറയാം. ആ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്നത് 6 അല്ലെങ്കിൽ 7 മാർക്കാണ്. നമുക്ക് അതിൽ 6 മാർക്ക് എടുക്കാം. അതിൽ പണ്ടാരപ്പാട്ട വിളംബരം ഒരുവിധം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം കിട്ടുന്നത് തന്നെയാണ്. വിമോചന സമരം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. അതുപോലെ ബ്രിട്ടൻ വുഡ്സ് സ്ഥാപനങ്ങൾ, അത് ഒരു ആവറേജ് സ്റ്റുഡന്റിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡന്റിന് കിട്ടുന്ന മാർക്ക് തന്നെയാണ്. പിന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കിട്ടും. പിന്നെ മുക്കുത്തി സമരം, കല്ലുമാല സമരം, മിശ്ര ഭോജനം, ആ ഒരു ചേരുംപടി ചേർക്കുക, ശരിയായ ജോഡി കണ്ടെത്തുക, അതിൽ നിന്നുള്ള മാർക്ക് നമുക്ക് കിട്ടും. മാക്സിമം 6 മാർക്ക്, അത്രയും മാർക്കേ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ചോദ്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഔറംഗസേബിനെ കുറിച്ചുള്ള ചോദ്യമായാലും, ഒന്നാമത് മിഡിൽ ഇന്ത്യ എല്ലാവരും കൃത്യമായി പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാം. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരമായാലും അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറ്റ് ഹിസ്റ്ററി ചോദ്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, 6 ചോദ്യങ്ങൾ മാത്രമാണ് ഒരു പ്രിലിമിനറി എക്സാം പാസ്സാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് മാർക്കായിട്ട് ഹിസ്റ്ററിയുടെ മാർക്ക് നമുക്ക് കണക്കാക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സിവിക്സിലോട്ട് വരുമ്പോൾ, സിവിക്സ് വലിയൊരു പോർഷൻ പഠിക്കാൻ തന്നതിന് ശേഷം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ് തന്നത്. അപ്പൊ സിവിക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ 5 ചോദ്യങ്ങളും കിട്ടിയ ഉദ്യോഗാർത്ഥി ഉണ്ടാവുമെന്ന്. ഞാൻ നമ്മുടെ എക്സ്പീരിയൻസിന്റെ പുറത്താണ് പറയുന്നത്. ചിലപ്പോൾ ഇതിന്റെ താഴെ വന്ന ഒരാൾ കമന്റ് എനിക്ക് 5 മാർക്കും കിട്ടിയെന്ന്. അത് കിട്ടിയെങ്കിൽ അത് അയാളുടെ കഴിവ്. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് 5 ചോദ്യങ്ങളും കിട്ടില്ല. അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ 1 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. നീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് കിട്ടും. സാമൂഹ്യ സുരക്ഷ, സാമൂഹ്യ ക്ഷേമത്തിൽ നിന്ന് എങ്ങനെ വേർതിരിക്കുന്ന സവിശേഷത കണ്ടെത്താവുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ കിട്ടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉത്തരം ഓർമ്മയിൽ വരും. അല്ലാതെ ആ സ്ട്രെസ്സിൽ, ആ ടെൻഷനിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നും അതിന്റെ ഉത്തരം കിട്ടില്ല. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിൽ പരിപാടികളുടെ തന്നെ നമുക്ക് ആ പരീക്ഷാ ഹാളിൽ ആ ഉത്തരം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതും അതുപോലെ മനുഷ്യ വികസന സൂചികയൊക്കെ പരീക്ഷാ ഹാളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കുറവായിട്ട് ഞാനൊരു 1 മാർക്ക് സിവിക്സിൽ നല്ലതായിട്ട് കണക്കാക്കുന്നു. 2 കിട്ടിയാൽ അതൊരു ബെസ്റ്റ് മാർക്കായിട്ട് കണക്കാക്കാം. പ്രിലിമിനറി പരീക്ഷയ്ക്കാണ്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് സ്പോർട്സിലേക്ക് വരുമ്പോൾ ഒരു കറണ്ട് അഫയർ ചോദ്യം കൂടെ ചേർത്ത് 11 ചോദ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ നമുക്കൊരു 4 മാർക്കാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു ചരിത്ര പശ്ചാത്തലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ ഏതെങ്കിലും ക്ലാസ്സിൽ നിന്നോ അത് കിട്ടണ്ടേ? 1-2 ഉദ്യോഗാർത്ഥികൾ കിട്ടാം, അല്ലെങ്കിൽ പോട്ടെ 100 ഉദ്യോഗാർത്ഥികൾ കിട്ടിയെന്ന് വെച്ചോ. ആ 100 പേരെ ഈ പ്രിലിംസിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. മെയിൻസിനാണെങ്കിൽ നോക്കാം. പ്രിലിമിനറി എക്സാമിന് GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിൽ നിന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അറിയാമെങ്കിൽ മാത്രം എഴുതാം. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കവി T ഉബൈദിനെ കുറിച്ചുള്ളത്, ജനിച്ച വർഷം അനുസരിച്ച് നവോത്ഥാന നായകരെ അല്ലെങ്കിൽ സാംസ്കാരിക നായകരെ കണ്ടെത്താൻ നമുക്ക് ഒരുവിധം പറ്റും. ആ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെടുന്ന ഗെയിംസ് കോമൺവെൽത്ത് ആണെന്നുള്ള ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ വനിത കിട്ടാൻ സാധ്യതയുണ്ട്. 2026 ഫിഫ ലോകകപ്പ് വേദി, ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള 6 ചോദ്യങ്ങളും നോർമലി ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ട, അത് അറ്റൻഡ് ചെയ്തതിലും കുഴപ്പമില്ല. 2023 അർജുന അവാർഡ് നേടിയ വ്യക്തി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ വിചാരം നിങ്ങൾക്ക് മാത്രം ഇത് അറിയില്ലെന്നാണ്. അങ്ങനെയൊന്നും ഇല്ല. ഇതിൽ പരീക്ഷ എഴുതുന്ന 90% പേർക്ക് ഇത് അറിയില്ലായിരിക്കും.
അപ്പൊ അതിന്റെ ടെൻഷന്റെ ആവശ്യമില്ല. 2023 അർജുന അവാർഡൊക്കെ അത് നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്താൽ അറിയാന്നുള്ളതും കൂടെ മറന്നുപോകും. അതുകൊണ്ട് അതങ്ങ് വിടുക, അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില കൺഫ്യൂഷൻ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയം, അതൊക്കെ സാധാരണ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് അറിയുന്നതല്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കി ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ 4 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി നന്നായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി അറിയാവുന്നവർക്ക് 1 അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനത് 1 മാർക്ക് വാങ്ങിയാൽ മതി എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഈ പ്രിലിംസ് പരീക്ഷയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 1 മാർക്ക് മതി. എക്കണോമിക്സിലോട്ട് വരുമ്പോൾ 6 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്തും ബാക്കി 5 ചോദ്യങ്ങൾ. കമ്പാരിറ്റീവ്ലി മറ്റു ടോപ്പിക്കുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ 6ൽ ഒരുവിധം PSC പഠിക്കുന്ന ആൾക്കാണെങ്കിൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എക്കണോമിക്സിൽ 4 മാർക്ക്. ദേശീയ വരുമാനം കണക്കെടുപ്പ്, അതുപോലെ പഞ്ചവത്സര പദ്ധതി, അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പക്ഷേ ആദായ നികുതിയുടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് ഒഴിവാക്കാം. എന്നാൽ RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ കിട്ടുന്നതാണ്. ഹരിത വിപ്ലവം കിട്ടാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 4 മാർക്ക് അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും എക്കണോമിക്സിൽ. അതിനുശേഷം കമ്പ്യൂട്ടറിൽ വളരെ നിലവാരമുള്ള 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1 അല്ലെങ്കിൽ 2 മാർക്ക് തന്നെ നല്ല മാർക്കാണ്. ഇന്നത്തെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് 1 അല്ലെങ്കിൽ 2 മാർക്ക് നല്ല മാർക്കായിട്ട് നമുക്ക് കണക്കാക്കാം. എനിക്ക് തോന്നുന്നു അതിൽ മാൽവെയർ, സ്പാമിങ്, സൈബർ നിയമം, ഫിഷിംഗ് എന്ന് പറയുന്ന ശരിയായി പൊരുത്തപ്പെടുത്തുക എന്ന് പറയുന്ന അത് ശരിയായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറും എന്നാൽ അതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകളുടെ ചോദ്യവും ആ ചോദ്യമൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് 1 അല്ലെങ്കിൽ 2 മാർക്ക് നല്ലതാണ്. ഇംഗ്ലീഷ് ഒരുവിധം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 11 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഞാൻ വളരെ കുറച്ചാണ് പറഞ്ഞത്. 12 13 വരെ കിട്ടും. 18 19 കിട്ടിയവരും ചിലപ്പോൾ കാണാം, 16 കിട്ടിയവരും കാണാം. പക്ഷെ അതൊന്നും ഇവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇത് പ്രിലിംസിനെ സംബന്ധിച്ച് ഒരു 11 മാർക്ക് നല്ല മാർക്കാണ്. മാത്സിനും അതുപോലെ തന്നെയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് കൂടിയവരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് 12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയാളത്തിന്റെ പ്രത്യേകത ഈ ചോദ്യപേപ്പറിനെ മൊത്തത്തിൽ വിലയിരുത്തുന്ന പോലെയാണ് മലയാളവും. മലയാളം പെട്ടെന്ന് എടുത്ത് 10 ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണെന്ന് തോന്നും. എന്നിട്ട് എഴുതി നോക്കുമ്പോൾ അവിടെ ഓരോന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്നത് 5 മാർക്കാണ്. മലയാളത്തില് മക്കത്തായാലും അതുപോലെ തരുണൻ, തരുണി, അതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പേരിൻ എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചോദ്യം ഫീൽ ചെയ്യും. പക്ഷെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരു 5 മാർക്ക് മലയാളത്തിന് നല്ല മാർക്കാണ്. 5 വളരെ നല്ല മാർക്കായിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ചുരുക്കി നമ്മുടെ ഇന്നത്തെ പരീക്ഷയെ വിലയിരുത്തുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആ പഠിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതിപ്പോ ഈ പറയുന്ന കട്ട് ഓഫ് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവരും ഉണ്ടാവും. അപ്പൊ അവര് നിങ്ങൾക്ക് എന്താണ് കട്ട് ഓഫ് എന്ന് തോന്നുന്നത് ആ രീതിയിൽ തന്നെ വിശ്വസിക്കുക, തുടർന്ന് പഠിക്കുക. പിന്നെ ഇതൊരു കട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്ന മാർക്ക് അത് കട്ട് ഓഫ് ആയിട്ട് വരണം, അങ്ങനെയല്ല. ഇന്നത്തെ പരീക്ഷയിലെ നല്ല മാർക്ക് എത്രയാണ്, ഒരു ഗുഡ് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന. കാരണം എന്ത് പറ്റും, ഇനിയും 2 ഘട്ട പരീക്ഷയോടുകൊണ്ട് മോഡറേഷൻ വരും, മാർക്ക് ഏകീകരണം വരും. അപ്പൊ മാർക്ക് ചേഞ്ച് ആവും. ഈ പരീക്ഷ ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണെന്ന് തന്നെ വിലയിരുത്താം. അങ്ങനെയാണെങ്കിൽ 2ാം ഘട്ടം ചിലപ്പോൾ ഇതിനേക്കാൾ എളുപ്പമാണെങ്കിൽ ഈ ഘട്ടത്തിൽ മാർക്ക് കുറവുള്ളവർക്ക് മാർക്ക് കൂടും. ഇപ്പൊ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആദ്യത്തെ ഘട്ടത്തിൽ 45 മാർക്ക് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അതിനുശേഷം മാർക്ക് ഏകീകരിച്ച് കഴിഞ്ഞ ശേഷം അയാളുടെ മാർക്ക് 57 58 ആയിട്ട് മാറി. അപ്പൊ 12 മാർക്ക് മോഡറേഷൻ ലഭിച്ചു. അപ്പൊ നമ്മൾ ഇപ്പോൾ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് GK പാർട്ടിൽ ജോഗ്രഫിയിൽ നിന്ന് 2, ഹിസ്റ്ററിയിൽ നിന്ന് 6, 8, ഞാൻ സിവിക്സിൽ നിന്ന് 1 മാർക്കേ നൽകുന്നുള്ളൂ 9, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ 4, 13, സയൻസ് ആൻഡ് ടെക്നോളജി 1 മാർക്കേ കൊടുക്കുന്നുള്ളൂ 14, എക്കണോമിക്സ് 4, 18, IT 1 മാർക്കേ കൊടുക്കുന്നുള്ളൂ 19. അതായത് 19 തൊട്ട് കൂടുതൽ വരുന്ന എല്ലാം GK പാർട്ടിൽ നല്ല മാർക്കാണ്. മാത്സില് 12, ഇംഗ്ലീഷ് ഒരു 11, മലയാളം 5. അപ്പൊ ഇതാണെങ്കിൽ 11, 12, 23, 5, 28 ഈ GKയിലെ 19 ചേർത്ത് ഇന്നത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഒരു 47 മാർക്ക് വളരെ നല്ല മാർക്ക് എന്നാണ് പറയുന്നത്. വളരെ നല്ല മാർക്കായിട്ടാണ് പറയുന്നത്. ഇന്നത്തെ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ഇതിൽ നിന്നൊക്കെ മോഡറേഷൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇന്ന് നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ 47 നല്ല മാർക്കാണ്. എന്ന് പറഞ്ഞാൽ 47 അല്ല കട്ട് ഓഫ് എന്നല്ല. ഇന്നത്തെ പരീക്ഷയിൽ 47 കറക്റ്റ് ആയിട്ടുള്ള മാർക്കാണ്. ഇനി ഇതിൽ നെഗറ്റീവ് ഒക്കെ വരും, ഇത് നമ്മൾ ശരിയാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിൻ്റെതാണെങ്കിൽ ഒരു 41 തൊട്ട് ഇന്നത്തെ പരീക്ഷയിൽ 47 വരെ വാങ്ങുന്നത് നല്ല മാർക്കായിരിക്കും. കാരണം അതിൽ വേക്കൻസി കൂടുതലാണ്.
അതുകൊണ്ട് 41, 47 വരെ, ഇന്നത്തെ പരീക്ഷയ്ക്ക് 47 വരെ വാങ്ങിയാൽ നല്ലതാണ്. 47 കൂടുതലുള്ളവരൊന്നും ബെറീഡ് ആവേണ്ട കാര്യമില്ല. ഇനി അവർ ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ ലിസ്റ്റ് വരുമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേക്കൻസി കുറവാണ്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് ചിലപ്പോൾ 44-നും 50-നും ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. SI പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ്. 45-50 ആ റേഞ്ചിനായിരിക്കും SI എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾക്ക് വരാനുള്ള സാധ്യത ഒരു 45-50 ആണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ 41 മാർക്കിൽ കൂടുതലുള്ളവർക്ക് മെയിൻസിന് വേണ്ടി ട്രൈ ചെയ്യാൻ കഴിയും. യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ വരാൻ കേട്ടോ, കുറച്ച് മാർക്ക് കൂടും. 44, 45 അല്ലെങ്കിൽ 50 വരെ പോകാൻ സാധ്യതയുണ്ട്. യൂണിഫോം പോസ്റ്റുകൾക്കും അതേ റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ പരീക്ഷയുടെ ഒരു വിശകലനം. രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇതേ ചോദ്യ പേപ്പർ ഇതേപോലെ ആയിരിക്കും, ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണില്ല, ചിലപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടേറെ ഈ ചോദ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു ചോദ്യ പേപ്പർ ആയിരിക്കും ചിലപ്പോൾ സെക്കൻഡ് ഫേസിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിലബസ് വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഈ പരീക്ഷ വെച്ചിട്ട് ഒന്നും ചിന്തിക്കരുത്. ഈ ചോദ്യ പേപ്പർ വെച്ച് ചിന്തിച്ചിട്ട് നിങ്ങളൊരു പ്ലാൻ ഇനി തയ്യാറാക്കുന്നുവെങ്കിൽ അതൊരു മണ്ടത്തരമായിരിക്കും. അതൊന്നുമില്ല, സിലബസ് മുമ്പ് തന്നിട്ടുണ്ടല്ലോ, സിലബസ് നന്നായി പഠിക്കുക. അവർ ഏതിന്നോ ചോദിക്കട്ടെ, ഒരു മേഖല ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കട്ടെ, കിട്ടിയ മേഖല നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കില്ല. ഇനി വന്നിട്ട് നമുക്ക് ഇന്നത്തെ സ്വീക്സ് പോലെ ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുക. പരീക്ഷകൾ എപ്പോഴും പോസിറ്റീവാണ്. പരീക്ഷ കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് എടുക്കുക. മാർക്ക് കുറഞ്ഞാലും വിഷമിക്കരുത്. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കാനല്ല പരീക്ഷകൾ. നമ്മൾക്ക് ഒന്നുകിൽ ജോലി കയറാനോ അല്ലെങ്കിൽ അടുത്ത ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാനോ ഉള്ള ഒരു ഡേ ആണ് ഒരു പരീക്ഷ ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.